ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പൂരി അവർ മൈദ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പൂരി ചെയ്തെടുക്കുന്നത്. അതുപോലെ ഉരുളക്കിഴങ്ങ് മസാലയും നല്ല എളുപ്പം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂരി മസാല ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂരി മസാലയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും ആ മസാലയ്ക്ക് നല്ലൊരു ചെറിയൊരു മധുരമൊക്കെ വരുമ്പോഴായിരിക്കും ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വലിയൊരു സവാളയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ സവാള ഒത്തിരി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒത്തിരി വഴറ്റിയെടുക്കേണ്ടതൊന്നും ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഒത്തിരി അങ്ങ് വലുതുമല്ല ചെറുതും അല്ലാത്ത കൂട്ട് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം ഉരുളക്കിഴങ്ങ് മസാല നന്നായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിലാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് സവാളയൊക്കെ ഇളക്കി കൊടുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ചേർക്കേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റായ മല്ലിയിലയാണ്. ഈ ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു മല്ലിയില. ഞാനിവിടെ ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് പൂരി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ 2 കപ്പ് കൊണ്ട് ഒരു 10-13 പൂരി വരെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ 1 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ജീരകത്തിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അയമോദകം വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ പൂരിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലും ഒക്കെ എല്ലായിടും ഒന്ന് ആകുന്നിടം വരെ നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഈ ഒരു പൂരിക്ക് നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പം ഒത്തിരി അങ്ങ് വെള്ളം ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കട്ടിയിൽ തന്നെ കുഴക്കണം. നമ്മൾ ഒത്തിരി അങ്ങ് സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് എണ്ണ പിടിക്കും. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ മാവെല്ലാം ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലിപ്പത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് കുറച്ച് ചെറുതായിട്ട് തന്നെ എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഉരുട്ടുമ്പോൾ നന്നായിട്ട് സ്മൂത്താക്കി ഉരുട്ടിയെടുക്കില്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ സൈഡെല്ലാം അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സൈഡ് നന്നായിട്ട് ഉരുട്ടി തന്നെ ഇതുപോലെ എടുക്കണം. ഇപ്പം ഞാൻ മാവെല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് പരത്താം. അപ്പം പൂരിക്ക് പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഒരു മീഡിയം കട്ടിയിൽ തന്നെ പരത്തണം. എന്നാലേ നമ്മൾ എണ്ണയിലിട്ടുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരത്തുള്ളൂ. അതുപോലെ ഒത്തിരി അങ്ങ് തിന്നായിട്ട് പരത്തല്. തിന്നായിട്ട് പരത്തിക്കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലൊക്കെ ഇടുമ്പോൾ പപ്പടം പോലെ ഇരിക്കും, അത് പൊങ്ങി വരാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വലിപ്പത്തിലും ആകല്, ഒരു മീഡിയം റൗണ്ട് ഷേപ്പിൽ മീഡിയം തിക്കായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ സൈഡിൽ തന്നെ നമ്മൾ ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ ചട്ടുകം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം തിക്കായിട്ട് പരത്തണം. അതുപോലെ വറക്കുമ്പോൾ എണ്ണയും അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം. എണ്ണയില്ലെങ്കിലും ഇത് പൊങ്ങി വരത്തില്ല. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. പൂരി രണ്ട് സൈഡും നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള പൂരി ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരത്തുമ്പോൾ കുറച്ച് മീഡിയം തിക്കായിട്ട് പരത്തുക. അതുപോലെ വറക്കുമ്പോൾ എണ്ണ അത്യാവശ്യം ഒഴിച്ച് തന്നെ വറക്കുക. എന്നാലേ നമുക്ക് പൂരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും ഇത് വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് തന്നെ അകത്തോട്ടൊന്നും അധികം എണ്ണയൊന്നും കയറത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ അത് പൊങ്ങി വരാതെ അകത്തെല്ലാം എണ്ണയൊക്കെ കയറും. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്